നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. വിലക്കയറ്റം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പെട്രോളിന്റെ നികുതി കുറയ്ക്കുമെന്ന വാക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പാലിക്കണമെന്ന് കെ.എൻ. ബാലഗോപാൽ. കഴിഞ്ഞ സർക്കാർ ₹1 പോലും കുറച്ചില്ലെന്ന് വി.ഡി. സതീശൻ. അടിയന്തര പ്രമേയത്തിൽ കക്ഷി ചേരാത്ത ബി.ജെ.പി. അംഗത്തെ സംസാരിക്കാൻ അനുവദിച്ചതിൽ പ്രതിഷേധിച്ച് സഭ വിട്ട് പ്രതിപക്ഷം. ചട്ടവിരുദ്ധമെന്ന് പിണറായി വിജയൻ. ഷാനിമോൾ ഉസ്മാനെ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുത്തു. മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കൽ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്ന് വി.പി. സജീന്ദ്രൻ. രമ്യമായി പരിഹരിക്കുമെന്നും കൈയൊഴിയില്ലെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കുടുംബങ്ങളുടെ പുനരധിവാസം സർക്കാരിന്റെ പ്രഖ്യാപിത നയമെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗിയെ പുഴുവരിച്ചതിൽ ചികിത്സാ പിഴവ് അന്വേഷിക്കാൻ സമിതിയെ ചുമതലപ്പെടുത്തിയ ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ. 24 മണിക്കൂറിനകം റിപ്പോർട്ട് നൽകണം. കട്ടിലിൽ നിന്ന് വീണ് രോഗി മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം നടപടിയെന്നും മന്ത്രി. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയുടൻ 12 മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ രാജ്യസഭാ കാലാവധി ഈ മാസം പൂർത്തിയാകും. ബി.ജെ.പി. വിട്ട് പുതിയ പാർട്ടി തുടങ്ങുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ഡൽഹിയിൽ മുതിർന്ന ബി.ജെ.പി. നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അണ്ണാമലൈ. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിൽ വെബ്സൈറ്റിലെ തകരാറുകൾ പരിഹരിച്ചു. ശനിയാഴ്ച വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ക്രമക്കേടിൽ നടപടി ആവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകി NSUI. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. 5 പ്രതികളുടെയും അപേക്ഷ ഒന്നിച്ചു പരിഗണിക്കും. അതുവരെ അറസ്റ്റ് തടയണമെന്ന ആവശ്യം അംഗീകരിക്കാതെ കോടതി. വിലക്കയറ്റത്തിൽ നിയമസഭയിൽ വാദപ്രതിവാദം. വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം സ്പീക്കർ തള്ളി. വി.ഡി. സതീശൻ സർക്കാരിനെതിരെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് പ്രതിപക്ഷത്തു നിന്നും കെ.എൻ. ബാലഗോപാലാണ്. വിലവർദ്ധനവിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുവെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കേരളത്തിൽ അനധികൃതമായി പെട്രോൾ, ഡീസൽ എന്നിവ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നുണ്ട്. അത് തടയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നാണ്യപ്പെരുപ്പം കുറച്ച് വിലവർദ്ധനവ് തടയുകയാണ് സർക്കാരിന്റെ ആദ്യ പരിഗണന. മുൻ ധനകാര്യമന്ത്രി പറഞ്ഞതിനുള്ള മറുപടി കൃത്യമായി പുറത്തിറങ്ങുന്ന ധവളപത്രത്തിലുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗൾഫ് യുദ്ധത്തിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് നിരന്തരമായി ഈ പെട്രോൾ, ഡീസൽ വില വർധനവ് വരുത്തുന്നതും വാതകത്തിന്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ അല്ല കൂട്ടുന്നത്, ഇത് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം മെയ് 15 മുതൽ 4 പ്രാവശ്യമാണ് പെട്രോൾ, ഡീസൽ വില വർധനവ് വരുത്തിയിട്ടുള്ളത്. മെയ് 15-ാം തീയതി കൂട്ടി, മെയ് 19-ാം തീയതി കൂട്ടി, 23-ാം തീയതി കൂട്ടി, 25-ാം തീയതി കൂട്ടി. അതിനുശേഷം ഏത് സമയത്തും ഇനിയും വർധനവ് ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഡൽഹിയിൽ നിന്നുണ്ടാകുന്നത്. ഇനിയും വിലവർധനവ് ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് മാർച്ച് മാസത്തിന് ശേഷം വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന മുൻ ധനമന്ത്രി കൂടിയായ കെ.എൻ. ബാലഗോപാൽ എം.എൽ.എ. വിലക്കയറ്റം നിന്നിട്ട് ചർച്ചയാകാമെന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഹോട്ടൽ നിർമ്മാണ മേഖലകളെയെല്ലാം വിലവർധനവ് പ്രതികൂലമായി ബാധിച്ചുവെന്നും കെ.എൻ. ബാലഗോപാൽ ആരോപിച്ചു. അന്തർദേശീയ വിപണിയിൽ ക്രൂഡിൻ്റെ വില 104 ഒക്കെ ആയിട്ട് മേലോട്ട് പോയിട്ട് താഴോട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ പല മാറ്റങ്ങളും വരും. ഇനിയും വില കൂടിക്കൊണ്ടിരിക്കാം. അത് എന്തെങ്കിലും ഒരു സമയത്ത് ഈ വിലവർദ്ധനവ് നിന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ സാർ അത് നടക്കാത്ത കാര്യമാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. സാർ ഇങ്ങനെ വിലവർദ്ധനവ് വന്നിട്ട് ആ വിലവർദ്ധനവ് നിർത്തി ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു സ്റ്റേറ്റിൽ നമുക്ക് ഇതിനെ സംബന്ധിച്ച് തീരുമാനിക്കാൻ കഴിയും. സാർ ഇതിൻ്റെ ഗുരുതരമായ അവസ്ഥയുണ്ടോ എന്നുള്ളത് അദ്ദേഹം അംഗീകരിക്കുന്നു, ഈ സഭ അംഗീകരിക്കുന്നതാണ്, നാട്ടുകാർ അറിയുന്നതാണ്. സാർ നമുക്ക് ഈ കഴിഞ്ഞ മാർച്ച് 31 ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ഭീമമായ വിലവർദ്ധനമാണ് സാർ ഓരോ ഉൽപ്പന്നങ്ങൾക്കും വന്നിരിക്കുന്നത്.
വിലവർദ്ധനവ് ചർച്ച ചെയ്യാത്തത് നിർഭാഗ്യകരമെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അതീവ ഗുരുതരമായ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. യുദ്ധത്തിനു മുൻപ് എണ്ണവില വിപിക്ക് $70 എണ്ണവിലയുടെ നിയന്ത്രണാധികാരം ഒരു കാലത്ത് കേന്ദ്ര സർക്കാരിനായിരുന്നു. അത് നിർത്തിവെച്ച് എണ്ണ കമ്പനികൾക്ക് കൊടുത്തത് മുൻ UPA സർക്കാരാണ്. BJP സർക്കാർ അത് തുടർന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. സ്വീകരിച്ചത് എന്നാണ് തോന്നുന്നത്. സർ, ഇവിടെ പെട്രോൾ ഡീസൽ വില വർധനവ് അതീവ ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇനിയും ആ പ്രതിസന്ധി വർദ്ധിക്കാനാണ് പോകുന്നത്. അത്രയും ഗുരുതരമായ സാഹചര്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശരിയായ രീതിയിൽ സൂചിപ്പിച്ചു. ഇതിനിടയാക്കിയത് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത പ്രതിസന്ധിയാണ്, യുദ്ധ സാഹചര്യം. സർ, യുദ്ധത്തിന് മുൻപ് ഉള്ള 3 വർഷം എണ്ണവില വീപ്പക്ക് $70 പക്ഷേ അപ്പോഴും നമ്മുടെ രാജ്യത്ത് എണ്ണവിലയിൽ ഒരു കുറവുണ്ടായില്ല. വർധനവ് ആ സമയത്ത് നിലനിൽക്കുകയായിരുന്നു. ഇത് സംഭവിച്ചത് എണ്ണവിലയുടെ പൂർണ്ണ നിയന്ത്രണാധികാരം. രജിത് ചേരുകയാണ് വിവരങ്ങളുമായി. രജിത്, 16ാം നിയമസഭയുടെ ആദ്യദിനം ഈ പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുണ്ടായ ഇന്ധന വില വർധനവിൽ, പാചകവാതക വില വർധനവിലടക്കം വിലക്കയറ്റത്തിലടക്കം ഉണ്ടായ വാദപ്രതിവാദങ്ങൾ എന്തായിരുന്നു സഭയിൽ സംഭവിച്ചത്? മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയുള്ള KN ബാലഗോപാലാണ് 16ാം നിയമസഭയുടെ വിലക്കയറ്റത്തിനെതിരെ ജനങ്ങൾക്ക് നേരിടുന്ന ബുദ്ധിമുട്ട് ഉയർത്തിക്കൊണ്ടുള്ള ഒരു അടിയന്തര പ്രമേയമാണ് അതിന് അനുമതി തേടിയത്. മുമ്പ് വില വർധനയിൽ പെട്രോളിന്റെ നികുതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് മുൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള അന്നത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള VD സതീശൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഈ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന ആവശ്യമാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് തന്നെ KN ബാലഗോപാൽ ആവശ്യപ്പെട്ടത്. ഇന്ധന വിലവർദ്ധന ഉണ്ടാക്കിയ സാമ്പത്തിക ആഘാതം പഠിച്ചു മാത്രമേ നടപടി സ്വീകരിക്കാൻ കഴിയൂവെന്നും വിലക്കയറ്റം നിയന്ത്രിക്കാൻ കരിഞ്ചന്തയിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചെങ്കിലും നാണ്യപ്പെരുപ്പം കുറച്ചുകൊണ്ട് വിലക്കയറ്റം നിയന്ത്രിക്കുന്ന നടപടിക്കായിരിക്കും സർക്കാർ പ്രധാനമായും മുൻതൂക്കം നൽകുക എന്ന കാര്യം കൂടി അദ്ദേഹം അറിയിച്ചുവെങ്കിലും ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു. എന്നാൽ സ്പീക്കറുടെ നടപടി വളരെ നിർഭാഗ്യകരമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ വ്യക്തമാക്കിയത്. ഗുരുതരമായ ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. മുൻ സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു. 506 കോടി രൂപ നികുതി ഇളവ് നൽകിയതാണ് മുൻ സർക്കാർ എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. തുടർന്ന് ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച ഒരു സാഹചര്യത്തിൽ സഭയിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിനായാലും ആദ്യ അടിയന്തര പ്രമേയം അത് വിലക്കയറ്റത്തിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചുകൊണ്ടുള്ളതാണ് വന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ BJPയുടെ നേതാവ് കൂടിയായ നിയമസഭാ കക്ഷി നേതാവ് കൂടിയായിട്ടുള്ള VV ഗോപകുമാറിനും സംസാരിക്കുന്നതിനുള്ള അവസരം സ്പീക്കർ ഇക്കാര്യത്തിൽ നൽകുന്നു. കാര്യം അവർ അടിയന്തര പ്രമേയത്തിൽ കക്ഷി ചേർന്നിട്ടില്ല എങ്കിൽ കൂടിയും അവർക്കും സംസാരിക്കുന്നതിനുള്ള ഒരു സാഹചര്യം അനുമതി കൂടി നൽകിക്കൊണ്ടാണ് ഇന്നത്തെ അടിയന്തര പ്രമേയത്തിന് മേലുള്ള ചർച്ചകൾ പോയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് തന്നെയായാലും പ്രതിപക്ഷം സഭയിൽ നിന്നും അടിയന്തര പ്രമേയത്തിന് അനുമതി നിശ്ചയിച്ചതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. രജിത്താണ് വിവരങ്ങളുമായി ചേർന്ന്. രജിത്ത്, ഈ സൂചിപ്പിച്ചതുപോലെ ഡെപ്യൂട്ടി സ്പീക്കറുടെ തിരഞ്ഞെടുപ്പും ഇന്നുണ്ടായല്ലോ. അദ്ദേഹത്തെ ഏറ്റവും പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഇന്നത്തെ ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. ഷാനിമോൾ ഉസ്മാനെ 16ാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമായും നമുക്കറിയാം LDF-ൽ നിന്നും മുഹമ്മദ് മോഹ്സിനാണ് സ്ഥാനാർത്ഥിയായി വന്നത് എങ്കിൽ തന്നെയും 99 വോട്ടുകൾ ഷാനിമോൾ ഉസ്മാന് ലഭിക്കുകയുണ്ടായി. മുഹമ്മദ് മോഹ്സിന് 34 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. നിലവിൽ നമുക്കറിയാം 4ാമത് സംസ്ഥാനത്ത് തന്നെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്ന 4ാമത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആയാണ് ഷാനിമോൾ ഉസ്മാൻ ചുമതല ഏറ്റിരിക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് അവർ സ്പീക്കറുടെ ചെയറിൽ ഇരുന്നുകൊണ്ട്
സഭ നിയന്ത്രിക്കുന്ന ഒരു കാഴ്ചയും ഇന്ന് തന്നെ നിയന്ത്രിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഐഷ ഭായിയാണ് 59 കാലഘട്ടത്തിൽ ഇതിനു മുമ്പ് ഡെപ്യൂട്ടി സ്പീക്കറായി ആദ്യം നിയമസഭയിലേക്ക് എത്തുന്നത്. പിന്നീട് നസീമത്ത് ബീവി 60-64 കാലഘട്ടത്തിൽ അവരും സഭയിൽ ഉണ്ടായിരുന്നു. 82-81 കാലഘട്ടത്തിൽ ഭാർഗവി തങ്കപ്പൻ. അതിനുശേഷമാണ് ഇപ്പോൾ 35 വർഷങ്ങൾക്ക് ശേഷം ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കറെ കൂടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാൻ ചുമതല ഏറ്റെടുക്കുന്നത് എന്നതാണ് ഇത്തവണത്തെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, വിശദമായ റിപ്പോർട്ട് നൽകുകയായിരുന്നു രജിത് കുമാർ. എന്തായാലും അടിയന്തര പ്രമേയത്തിൽ കക്ഷി ചേർന്നില്ല എങ്കിലും BJPയെ സംസാരിക്കാൻ സ്പീക്കർ അനുവദിച്ചു. ചട്ടലംഘനമെന്നാരോപിച്ച് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ഒരു സെക്കൻഡ്, അത് തീർത്തോണ്ടിരിക്കുകയാണ്. പ്രവീൺ സംസാരിക്കാം. പ്രവീൺ സംസാരിക്കണ്ടേ? പ്രവീണിന് മൈക്കുണ്ടല്ലോ. എന്താ സംസാരിക്കാത്തത്? അവിടെ മൈക്ക് തന്നിട്ടുണ്ട്. മൈക്ക് തന്ന് വാക്കൗട്ട് പ്രസംഗം ഉണ്ടെങ്കിൽ അങ്ങ് സംസാരിക്കൂ, ഇല്ലെങ്കിൽ അങ്ങേക്ക് വാക്കൗട്ട് പ്രസംഗം ഇല്ല എന്നുള്ള ധാരണ നമുക്ക് മുന്നോട്ട് നീങ്ങേണ്ടി വരും. ഒരു സെക്കൻഡ്. പ്രവീൺ, വാക്കൗട്ട് പ്രസംഗം ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഒരു ലിമിറ്റിൽ നിന്ന് ഞാൻ ഒന്ന് ചെറുതായിട്ട് ഡീവിയേറ്റ് ചെയ്തു, എനിക്കറിയാം. അത് ഡീവിയേറ്റ് ചെയ്യാൻ കാരണം ഒരു പുതിയ മെമ്പർ ആയതുകൊണ്ടാണ്. ആ പുതിയ മെമ്പർ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് എഴുന്നേറ്റ് തുടങ്ങിയത് കൊണ്ട് നമ്മളൊരു ചെറിയ സാവകാശം കൊടുത്താലും ഞാൻ ആദ്യതേ പറഞ്ഞു. പ്രവീണിന്റെ വാക്കൗട്ട് പ്രസംഗം ഉണ്ടെങ്കിൽ അങ്ങേക്ക് അത് നിർവഹിക്കാം. വാക്കൗട്ട് പ്രസംഗം നടത്തിക്കോളൂ. അദ്ദേഹത്തെ അനുവദിക്കതിലാണ് പ്രതിപക്ഷ നേതാവ്. ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഉദാരമനസ്കതയാണ് ഇവിടെ പ്രകടമായത് എന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ദീർഘമായ സഭയുടെ പ്രവർത്തന പാരമ്പര്യവും ചട്ടങ്ങളും ഒക്കെ അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ. അതിൽ നിന്നുള്ള മലയിടം തുരുത്ത കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിച്ച കുന്നത്തനാട് MLA VP സജീന്ദ്രൻ വിഷയം എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് ആവശ്യം. സ്ഥലമുടമ സഹകരിച്ചാൽ രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. ജയിലിലടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സമരക്കാർ ഇത്രയും സംഭവം ഉണ്ടായിട്ടും കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഈ വിഷയം തീർക്കുവാൻ വേണ്ടി യാതൊരു നടപടിയും കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തുണ്ടായിട്ടില്ല. 15ാമത് തവണ വന്നത് ഈ സർക്കാർ അധികാരമേറ്റെടുത്ത് 2ാം ദിവസമാണ്. അധികാരമേറ്റെടുത്ത് 2ാം ദിവസം അവിടെ പോലീസ് വരികയും ചെറിയ തോതിലൊരു അനിഷ്ട സംഭവം ഉണ്ടാകുകയും, എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷമാണ് കുടിയൊഴിപ്പിക്കൽ നടന്നത് എന്നുള്ള രീതിയിൽ സർക്കാർ വിരുദ്ധ മാധ്യമങ്ങൾ പലപ്പോഴായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഉടൻ തന്നെ അഡ്വക്കേറ്റ് ജനറലുമായി കൂടിയാലോചിച്ച് ഹൈക്കോടതിയിൽ ഈ വിഷയത്തിന് സാവകാശം ചോദിച്ചു. കാരണം പിന്നെയും അമീനുമായി കമ്മീഷനുമായി പോലീസ് അവിടെ എത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതേസമയം കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണെന്നും എങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുവെന്നും സർക്കാർ വിഷയം പരിഹരിക്കുമെന്നും മന്ത്രി AP അനിൽകുമാർ സഭയിൽ പറഞ്ഞു. സർ, കുടിയൊഴിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാടാണ്. തീർച്ചയായും ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എങ്ങനെ അത് പരിഹരിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കും. മലയിടം തുരുത്തിലെ കുടുംബങ്ങളെ ഒരു കാരണവശാലും സർക്കാർ കൈയൊഴിയില്ലെന്നും സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ചു നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. താമസക്കാർ സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. MLAയെയും ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രമ്യമായി ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കും. അവർക്ക് ഭൂമി കൊടുത്ത് അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സർക്കാർ പ്ലീസ് അവർക്ക് സ്ഥലം കൊടുത്ത് വീട് നിർമ്മിച്ചു കൊടുക്കാൻ. എന്നാൽ സമരക്കാരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു അതിക്രമവും ഉണ്ടായിട്ടില്ല എന്ന് ആഭ്യന്തര മന്ത്രി പറഞ്ഞു. അവസ്ഥ ഉണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതാണല്ലോ ഇഷ്യൂ. ഇത്രയും ക്രൂരമായ പോലീസ് ഒന്നും ഉണ്ടായില്ല. കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് ജാമ്യം അവിടെ നിന്ന് മജിസ്ട്രേറ്റ് വിളിക്കുകയാണ് പോലീസിനോട്. 15 തവണയായി സുപ്രീം കോടതിയുടെ വിധിയാണ്, നടപ്പാക്കണമെന്ന് പറഞ്ഞു. അവിടെ പോലീസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരാൾ പെട്രോള് ശരീരത്തൊഴിച്ച് തീ വെക്കാൻ ചെന്നു. പോലീസ് വാട്ടർ ക്യാൻ അടിച്ചു.
അതിൽ പരിക്ക് പറ്റിയ ഒരാളാണ്. അവർ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഞാൻ അപ്പം തന്നെ അറിഞ്ഞു, പോലീസ് വിഡ്രോ ചെയ്യാൻ പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് അന്വേഷിക്കാൻ സമിതിയെ ചുമതലപ്പെടുത്തിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും. മോശമായി പെരുമാറിയ സ്റ്റാഫിനെ കൗൺസിലിംഗിന് വിധേയമാക്കും. അന്വേഷണത്തിലെ എല്ലാ കാര്യങ്ങളും പരാതിക്കാർക്ക് പറയാം. മുഖം നോക്കാതെ നടപടിയുമുണ്ടാകും. രോഗി കട്ടിലിൽ നിന്ന് വീണ് മരിച്ചുവെന്ന ആരോപണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൾ, കാരണം പ്രിൻസിപ്പളിൽ നിന്ന് ട്രാൻസ്ഫറായി. വൈസ് പ്രിൻസിപ്പൾ, സൂപ്പറുണ്ട്, അതുപോലെ തന്നെ ഓർത്തോവിൻ്റെയും സർജിക്കൽ വിഭാഗത്തിൻ്റെ HOD-മാർ ഇവരടങ്ങിയ കമ്മിറ്റിയോട് 48 മണിക്കൂറിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അങ്ങനെ പുഴുവരിച്ചുവെങ്കിൽ അതെങ്ങനെ ICUയിൽ വന്നു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് അന്വേഷിച്ച് 48 മണിക്കൂർ എന്ന് പറയുമ്പോൾ നാളെ വൈകിട്ട് 7 മണിക്ക് അകം റിപ്പോർട്ട് തരണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതനുസരിച്ച് നടപടി മറ്റന്നാൾ തന്നെ അതിനെ തുടർന്നുള്ള കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉടൻ ഉണ്ടാകും. BJP സംസ്ഥാന അധ്യക്ഷന്മാരായി നിയോഗിച്ച പങ്കജ് ചൗധരി, ഹർഷ് മൽഹോത്ര തുടങ്ങി 5-ലധികം മന്ത്രിമാർ സ്ഥാനമൊഴിയും. ജൂണിൽ രാജ്യസഭാ കാലാവധി കഴിയുന്ന ജോർജ് കുര്യൻ മന്ത്രിസ്ഥാനത്ത് തുടരുമോ എന്നതിൽ വ്യക്തതയില്ല. കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിലേക്കും BJP ദേശീയ നേതൃത്വത്തിലേക്കും പുതുമുഖങ്ങൾ എത്തിയേക്കും. മൂന്നാം മോദി സർക്കാർ 2 വർഷം തികയുന്ന അവസരത്തിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാനാണ് തീരുമാനം. ഇതിനായുള്ള സംഘടനാ മാറ്റങ്ങൾ BJP ഇതിനോടകം ആരംഭിച്ചു. ഉത്തർപ്രദേശ് BJP സംസ്ഥാന അധ്യക്ഷനായി ചുമതല നൽകിയ ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരി, ഡൽഹി സംസ്ഥാന അധ്യക്ഷൻ ഹർഷ് മൽഹോത്ര തുടങ്ങി 5-ലധികം മന്ത്രിമാർ സ്ഥാനമൊഴിയും. 12-ലധികം മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകും. പരീക്ഷാ നടത്തിപ്പിൽ തുടർച്ചയായി വീഴ്ച വന്ന പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വകുപ്പിൽ മാറ്റം വരാനോ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കാനോ സാധ്യതയുണ്ട്. ഘടകകക്ഷികൾക്കും മന്ത്രിസഭയിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകും. ഈ മാസം രാജ്യസഭാ കാലാവധി അവസാനിക്കുന്ന ജോർജ് കുര്യൻ മന്ത്രിസഭയിൽ തുടരുമോ എന്ന് വ്യക്തമല്ല. ഈ മാസം 8-നാണ് നിലവിൽ രാജ്യസഭയിൽ ഒഴിവുള്ള 26 സീറ്റുകളിലേക്ക് നാമനിർദ്ദേശം നൽകേണ്ട അവസാന തീയതി. 18-ന് വോട്ടെടുപ്പ് നടക്കും. ജോർജ് കുര്യന് രാജ്യസഭാംഗത്വം നീട്ടി നൽകിയില്ലെങ്കിൽ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരും. നിലവിൽ നോമിനേറ്റഡ് അംഗമായ C. സദാനന്ദൻ മാസ്റ്റർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി, മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, അനിൽ ആന്റണി, മുൻ DGP ജേക്കബ് തോമസ് തുടങ്ങിയ പേരുകളും കേരളത്തിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിലേക്കും BJP ദേശീയ ചുമതലകളിലേക്കും പരിഗണിക്കുന്നുണ്ട്. മന്ത്രിസഭാ വിപുലീകരണത്തിനൊപ്പം പാർട്ടി പുനഃസംഘടനയും പൂർത്തിയാക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷ നൽകാനുള്ള വെബ്സൈറ്റിലെ തകരാറുകൾ പരിഹരിച്ചു. ഇന്നു മുതൽ ശനിയാഴ്ച വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാം. അതേസമയം പരീക്ഷാ ക്രമക്കേടിൽ നടപടി ആവശ്യപ്പെട്ട് NSUI ഡൽഹി ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകി. വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും നടപടി തുടങ്ങി. CBSE +2 പുനർമൂല്യനിർണ്ണയത്തിനുള്ള വെബ്സൈറ്റിന്റെ തകരാർ പൂർണ്ണമായും പരിഹരിച്ചതായി അധികൃതർ അറിയിച്ചു. CBSEയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ cbse.gov.in വഴി വിദ്യാർത്ഥികൾക്ക് ശനിയാഴ്ച വരെ അപേക്ഷ സമർപ്പിക്കാം. IIT കാൺപൂർ, IIT മദ്രാസ് എന്നിവിടങ്ങളിലെ വിദഗ്ധ സംഘത്തിൻ്റെ മേൽനോട്ടത്തിലാണ് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് പോർട്ടൽ തുറന്നു നൽകിയത്. പരാതിയുള്ള വിദ്യാർത്ഥികൾക്ക് നേരത്തെ നൽകിയ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാനാകും. അതേസമയം CBSE പരീക്ഷാ ക്രമക്കേടിൽ NSUI ദേശീയ അധ്യക്ഷൻ ഡൽഹി ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകി. കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. പരീക്ഷയിലും പുനർമൂല്യനിർണ്ണയത്തിലും വരുത്തിയ വീഴ്ചകളിൽ വിദ്യാഭ്യാസ മന്ത്രാലയവും നടപടി ആരംഭിച്ചു. പരീക്ഷാ നടത്തിപ്പിന് കോംപ്റ്റ് കമ്പനിക്ക് കരാർ നൽകിയതിന്റെ രേഖകൾ മന്ത്രാലയം പരിശോധിച്ചു. നടപടികളിൽ വീഴ്ച സംഭവിച്ചുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകും. CBSE പരീക്ഷയിലെ വീഴ്ചകളും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പാർലമെന്റിന്റെ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിശദമായി പരിശോധിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ആറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഇന്ന് തൃശ്ശൂരിലെത്തുന്നു. വൈകിട്ട് 5 മണിയോടെ അയന്തോൾ പഞ്ചിക്കൽ ബ്രഹ്മസ്ഥാനത്തെത്തുന്ന അമ്മയെ തൃശ്ശൂർ പൗരാവലി പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കും. നാളെയും മറ്റന്നാളും തൃശ്ശൂർ അയന്തോളിലുള്ള ബ്രഹ്മസ്ഥാനം വാർഷിക മഹോത്സവത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കാനാണ് അമ്മ തൃശ്ശൂരിൽ എത്തുന്നത്.
കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് ശേഷം തൃശൂർ അയ്യന്തോൾ ബ്രഹ്മസ്ഥാനത്തെത്തുന്ന സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയെ തൃശൂർ പൗരാവലി പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. 3-4 തീയതികളിൽ രാവിലെ 11 മുതൽ അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം, ഭജന, ധ്യാന പരിശീലനം എന്നിവയുണ്ടാകും. അതിനുശേഷം ഭക്തർക്കായുള്ള അമ്മയുടെ ദർശനം ആരംഭിക്കും. അമ്മയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും ബ്രഹ്മസ്ഥാനത്ത് പൂർത്തിയായി. മഹോത്സവത്തോടനുബന്ധിച്ച് ബ്രഹ്മസ്ഥാനത്ത് ലളിത സഹസ്രനാമാർച്ചന 2 ദിവസങ്ങളിലായി നടക്കും. രാഹുദോഷ നിവാരണ പൂജ, ശനിദോഷ നിവാരണ പൂജ, ഉദയാസ്തമന പൂജ, മഹാഗണപതി ഹോമം എന്നിങ്ങനെ സവിശേഷങ്ങളായ പൂജകളും ചടങ്ങുകളും ഉണ്ടായിരിക്കും. ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത അമൃതശ്രീ അംഗങ്ങൾക്കായുള്ള സാരികൾ, പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള വൃക്ഷത്തൈകൾ എന്നിവയുടെ വിതരണവും അമ്മയുടെ സാന്നിധ്യത്തിൽ നടക്കും. അമൃത ന്യൂസ്, തൃശൂർ. 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം തൃശൂർ ബ്രഹ്മസ്ഥാനത്ത് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി എത്തുന്നത് മക്കൾക്ക് ഊർജം പകരുമെന്ന് ഇരിങ്ങാലക്കുട മഠാധിപതി ബ്രഹ്മചാരി അമോഘാമൃത ചൈതന്യ പറഞ്ഞു. ജൂൺ മാസം 3-ാം തീയതിയും 4-ാം തീയതിയും രാവിലെ 11 മണിക്ക് ശേഷം അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിൽ അമ്മയുടെ ധ്യാന പരിശീലനം, സത്സംഗം, ഭക്തിഗാനസുധ എന്നിവയ്ക്ക് ശേഷം അമ്മയുടെ ദർശനം ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ ജൂൺ 3-ാം തീയതി രാവിലെ രാഹുദോഷ നിവാരണ പൂജയും 4-ാം തീയതി രാവിലെ ശനിദോഷ നിവാരണ പൂജയും ഉണ്ടായിരിക്കുന്നതാണ്. ഭക്തജനങ്ങൾക്ക് പങ്കെടുക്കാനുള്ള സകലവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായി വരുന്നു. തൃശ്ശൂർ മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ പേരിൽ എല്ലാവരെയും അമ്മയുടെ ദിവ്യ വചസ്സുകളെ കേൾക്കുവാനും ആ ഭജനയിലൂടെ ശാന്തിയും ആനന്ദവും നുകരുവാനും എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഓം അമൃതേശ്വരി നമഃ. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ തൃശൂർ സന്ദർശനത്തിൽ അതീവ സന്തോഷമുണ്ടെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. അമ്മയുടെ വരവിനായി തൃശൂർ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ അതീവ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെയൊക്കെ കാണുന്നത്. എന്നെപ്പോലെ തൃശ്ശൂരിലെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അമ്മ വരികയാണ്. 6 വർഷത്തിന് ശേഷം നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയങ്കരിയായ അമൃതാനന്ദമയി അമ്മ തൃശ്ശൂരിലെത്തുന്നു എന്നുള്ള സന്തോഷ വർത്തമാനം. അമ്മ 72 വയസ്സ് കഴിഞ്ഞു എന്നുള്ളത് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രായമല്ല. അമ്മ സ്നേഹം മാത്രമാണ്, കരുണ മാത്രമാണ്. ഈ സാംസ്കാരിക തലസ്ഥാനത്തിന് ഇപ്പോൾ വേണ്ടതും സ്നേഹമാണ്, കരുണയാണ്. അത് നൽകാൻ അമ്മ വരുമ്പോൾ നമ്മളെല്ലാവരും അതീവ സന്തോഷത്തോടെ വളരെ വളരെ താല്പര്യത്തോടെ കാത്തിരിക്കുന്നു. നമുക്ക് ഈ വരുന്ന ജൂൺ 3-ാം തീയതിയും 4-ാം തീയതിയും അമ്മയുടെ ഹൃദയത്തോട് ഒത്തുചേരാം. നമുക്ക് ആ സ്നേഹം പങ്കിടാം, നമ്മുടെ ജീവിതം ധന്യമാക്കാം. പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കാനായി മാറ്റി. 5 പ്രതികളുടെയും ജാമ്യാപേക്ഷ ഒന്നിച്ച് പരിഗണിക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു. വാദിഭാഗം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കേസ് നാളത്തേക്ക് മാറ്റിയത്. അതേസമയം പ്രതികളായ ഗൺമാൻമാർ ഒളിവിലാണെന്ന് SIT കോടതിയെ അറിയിച്ചു. പ്രതികൾക്കായി സംസ്ഥാനത്തിനകത്തും പുറത്തും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൊച്ചി കലൂരിൽ പെൺകുട്ടികൾക്കു നേരെ അതിക്രമം നടന്നതായി പരാതി. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന പെൺകുട്ടികളെ ഒരു സംഘം യുവാക്കൾ ആക്രമിച്ചുവെന്നാണ് പരാതി. കമന്റടിച്ചത് ചോദ്യം ചെയ്തതിനായിരുന്നു ആക്രമണം. സംഭവത്തിൽ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഫിഫ ഫുട്ബോൾ ലോകകപ്പിനുള്ള ഖത്തറിന്റെ 26-അംഗ ടീമിനെ പ്രഖ്യാപിച്ചു. മലയാളിയായ കണ്ണൂർ സ്വദേശി തഹ്സീൻ മുഹമ്മദ് ജംഷീദും ടീമിലുണ്ട്. ലോകകപ്പ് ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളിയാണ്. ഖത്തർ ദേശീയ ടീമിനായി അണ്ടർ-16, അണ്ടർ-17, അണ്ടർ-19 വിഭാഗങ്ങളിൽ കളിച്ചിട്ടുണ്ട്. ജൂൺ 11 മുതൽ US, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ നടക്കുന്ന ലോകകപ്പിൽ ഗ്രൂപ്പ് ബിയിൽ കാനഡ, സ്വിറ്റ്സർലൻഡ്, ബോസ്നിയ എന്നീ ടീമുകൾക്കൊപ്പമാണ് ഖത്തറിന്റെ സ്ഥാനം. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ടൗൺടണിലെ കൗണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി 11 മണി മുതലാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും 2-ാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.